2026 മലയാള സിനിമാ പ്രേമികൾ ഒന്നടങ്കം കാത്തിരിക്കുന്ന വരാനിരിക്കുന്ന വമ്പൻ ചിത്രങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പങ്കുവെക്കാവുന്നത്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നിരവധി ചിത്രങ്ങളാണ് 2026 റിലീസ് നടത്താൻ വേണ്ടി അണിയറയിൽ ഒരുങ്ങുന്നത്. അതിൽ വിജയ ചിത്രങ്ങളുടെ തുടർഭാഗങ്ങളും അതോടൊപ്പം പുതുചിത്രങ്ങളടക്കമുണ്ട്. ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം. 2026 മലയാള സിനിമാ പ്രേമികൾ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രങ്ങളൊന്നാണ് ലാലേട്ടൻ ജിത്തു ജോസഫ് കൂട്ടുകെട്ട് വന്നിരിക്കുന്ന ദൃശ്യം 3 എന്ന് പറയുന്ന സിനിമ. ദൃശ്യത്തിന്റെ ആദ്യ 2 ഭാഗങ്ങളും വൻ വിജയം നേടിയിട്ടുണ്ടായിരുന്നു. ആദ്യ ഭാഗം തിയേറ്ററിലും രണ്ടാം ഭാഗം OTT-ലും റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നേ. 2 ഭാഗങ്ങളുടെ മികച്ച വിജയത്തിന് ശേഷം 3-ാം ഭാഗത്തിനായിട്ട് സിനിമാ പ്രേമികൾ കാത്തിരിക്കുകയാണ്. ജോർജ് കുട്ടി പിടിക്കപ്പെടുമെന്നറിയാൻ വേണ്ടി കുടുംബത്തിന് എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകർ. ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടെന്നും ഏപ്രിൽ മാസം ചിത്രം തിയേറ്ററിലോട്ട് എത്താൻ പോകുന്നത് നേരത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഏപ്രിൽ മാസം 2-ാം തീയതിയാണ് ചിത്രം തിയേറ്ററിലോട്ട് എത്താൻ പോകുന്നത്. റെക്കോർഡ് തുകയ്ക്ക് ചിത്രത്തിന്റെ ഡിജിറ്റൽ റൈറ്റ്സ് വിറ്റുപോയിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം ചിത്രത്തിന്റെ റീമേക്ക് റൈറ്റ്സും റെക്കോർഡ് തുകയ്ക്ക് തന്നെ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ അനടി പെരുമ്പോരാണ് ചിത്രം നിർമ്മിക്കുന്നത്. ചിത്രം വൻ വിജയമായിട്ട് മാറുമെന്ന് കണ്ടു തന്നെ അറിയാം. 2026 അതേസമയം മലയാള സിനിമാ പ്രേമികൾ കാത്തിരിക്കുന്ന മറ്റൊരു ചിത്രം നോക്കുകയാണെങ്കിൽ പാട്രിയോട്ട് എന്ന് പറയുന്ന ചിത്രത്തിനായിട്ടാണ്. 17 വർഷങ്ങൾക്ക് ശേഷം മെഗാസ്റ്റാർ മമ്മൂട്ടി മലയാളത്തിന് സ്വന്തം ലാലേട്ടനെ ഒന്നിക്കുന്നു എന്ന് തന്നെയാണ് ഈ ഒരു സിനിമയുടെ പ്രത്യേകത. മഹേഷ് നാരായണനാണ് ഈ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. പ്രതീക്ഷകളേറെയാണ് ചിത്രത്തിനായിട്ട്. വൻപൻ താരനിരയിലാണ് പാട്രിയോട്ട് എന്ന് പറയുന്ന സിനിമ ഒരുങ്ങുന്നത്. മമ്മൂട്ടിക്ക് ലാലേട്ടനൊപ്പം തന്നെ ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ, നയൻതാര, രേവതി, ദർശന രാജേന്ദ്രൻ, ഷെറിൻ ഷിഹാബ്, ജിരു ജോസഫ് തുടങ്ങി മലയാളത്തിലെ പ്രമുഖ താരങ്ങൾ അണിനിരക്കുന്ന ചിത്രം തന്നെയാണ് പാട്രിയോട്ട് എന്ന് പറയുന്ന സിനിമ. ചിത്രത്തിനായിട്ട് കഥാതിരക്കഥ ഒരുക്കിയിട്ടുള്ളത് മഹേഷ് നാരായണൻ തന്നെയാണ്. ചിത്രം ഏപ്രിൽ മാസം തിയേറ്ററിലോട്ട് എത്താൻ പോകുന്നതായിരിക്കും. അടുത്തതായിട്ട് 2026 മലയാള സിനിമാ പ്രേമികൾ കാത്തിരിക്കുന്ന മറ്റൊരു ചിത്രം നോക്കുകയാണെങ്കിൽ ജനുവരി മാസം 23-ാം തീയതി തിയേറ്ററിലോട്ട് എത്താൻ പോകുന്ന ചത്ത പച്ച എന്ന് പറയുന്ന സിനിമയുടേതാണ്. റെസ്ലിംഗിനെ കുറിച്ച് കഥ പറയുന്ന ചിത്രമാണ് ചത്ത പച്ച എന്ന് പറയുന്ന സിനിമ. വമ്പൻ ആക്ഷൻ എന്റർടൈനർ ആയിട്ടാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത്. ചിത്രത്തിൽ കമിയോ റോളിൽ മമ്മൂട്ടി ലാലേട്ടനും എത്തുന്നു എന്ന് തന്നെ ചിത്രത്തിലെ വലിയൊരു ഹൈലൈറ്റ് ആണ്. ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് എത്തുന്ന അർജുൻ അശോകൻ, അതോടൊപ്പം വിശാഖ് നായർ, പൂജ മോഹൻദാസ്, ഇഷാൻ ഷൗക്കത്ത്, റോഷൻ മാത്യു തുടങ്ങിയവരൊക്കെ തന്നെയാണ്. ചിത്രം വൻ വിജയമായിട്ട് മാറാനുള്ള സാധ്യതകൾ ഏറെയാണ്. ചിത്രത്തിന്റെ പുറത്തുനിന്ന് ട്രെയിലറിനും ടീസറിനൊക്കെ മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. ചിത്രം ഈ വരുന്ന ജനുവരി മാസം 23-ാം തീയതി നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. അടുത്ത 2026 മലയാള സിനിമാ പ്രേമികൾ കാത്തിരിക്കുന്ന മറ്റൊരു ചിത്രമാണ് ബേസിൽ ജോസഫ്, ടൊവിനോ തോമസ്, വിനീത് ശ്രീനിവാസൻ കൂട്ടുകെട്ട് വന്നിരിക്കുന്ന അതിരടി എന്ന് പറയുന്ന സിനിമയ്ക്കായിട്ട് ബേസിൽ ജോസഫ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ബേസിൽ ജോസഫും ഡോക്ടർ അനന്തു എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ഡോക്ടർ അനന്തു എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രമാണ് അതിരടി എന്ന് പറയുന്ന സിനിമ. ചിത്രത്തിൻ്റെതായിട്ട് പുറത്തു വന്ന ബേസിലിന്റെ ലുക്കിന് മികച്ച സ്വീകാര്യത തന്നെ സോഷ്യൽ മീഡിയയിൽ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ബേസിലിനോടൊപ്പം തന്നെ ടൊവിനോ തോമസ്, വിനീത് ശ്രീനിവാസൻ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രമെന്ന ചിത്രമാണ് അതിരടി എന്ന് പറയുന്ന സിനിമ. അരുൺ അനിരുദ്ധനാണ് ഈ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. ബേസിൽ ജോസഫ് സംവിധാനം ചെയ്ത മിന്നൽ മുരളിയുടെ തിരക്കഥാകൃത്തുകളിൽ ഒരാളായ അരുണിന്റെ കന്നി സംവിധാന സംരംഭം കൂടിയാണ് അതിരടി എന്ന് പറയുന്ന സിനിമ. 2026 മലയാള സിനിമാ പ്രേമികൾ കാത്തിരിക്കുന്ന ചിത്രങ്ങളൊന്നായിട്ട് ഈ സിനിമ മാറി. അതോടൊപ്പം 2026 മലയാള സിനിമാ പ്രേമികൾ കാത്തിരിക്കുന്ന മറ്റൊരു ചിത്രം എന്ന് നോക്കിയാണെങ്കിൽ കത്തനാർ എന്ന് പറയുന്ന സിനിമയുടേതാണ്. ഏകദേശം 3 വർഷത്തോളമായി ഒരു ജയസൂര്യ ചിത്രം തിയേറ്ററിലോട്ട് എത്തിയിട്ട് അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ ആകാംക്ഷയോടെയാണ് ഈ സിനിമയ്ക്കായിട്ട് കാത്തിരിക്കുന്നത്. മലയാളത്തിലെ ഏറ്റവും ചെലവേറിയ സിനിമ എന്ന വിശേഷണം ഇതിനോടൊപ്പം തന്നെ കത്തനാർ എന്ന് പറയുന്ന സിനിമയ്ക്ക് ഉണ്ട്. അമാനുക ശക്തികളുണ്ടെന്ന് വിശ്വസിച്ചിരുന്ന കേരളത്തിലെ പുരോഹിതനായ കടമറ്റത്ത് കത്തനാരുടെ കഥയെ ആസ്പദമാക്കിയാണ് ചിത്രം ഒരുക്കുന്നത്. ഫിലിപ്പ് സാനിധി, മങ്കിപ്പൻ, ഹോം തുടങ്ങിയ ചിത്രങ്ങളുടെ ശ്രദ്ധേയനായിട്ടുള്ള റോജിൻ തോമസ് ആണ് ചിത്രം സംവിധാനം ചെയ്തത്. അനുഷ്ക ഷെട്ടി, പ്രഭുദേവ, സാൻഡി മാസ്റ്റർ, കുൽപ്രീത് യാദവ്, ഹാരിഷ് ഉത്തമൻ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് എത്തുന്നുണ്ട്. എന്നൊക്കെയാണ് ചിത്രം ഏപ്രിൽ മാസം തിയേറ്ററിലോട്ട് എത്താൻ പോകുന്നു എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അടുത്തൊരു സിനിമയെന്ന് നോക്കുകയാണെങ്കിൽ മലയാള സിനിമാ പ്രേമികൾ കാത്തിരിക്കുന്ന ചിത്രമാണ് മമ്മൂട്ടി ഖാലിദ് റഹ്മാൻ ചിത്രം. മാർക്കോ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ മാറി ഷെരീഫ് മുഹമ്മദ് ഒരുക്കുന്ന ചിത്രം എന്നത് തന്നെയാണ് മമ്മൂട്ടി ഖാലിദ് റഹ്മാൻ ചിത്രത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത. എന്തൊക്കെയാണ് ചിത്രം ഒരു പക്ക ഗ്യാങ്സ്റ്റർ മൂവിയാണെന്നാണ് അറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകളൊക്കെ ലഭ്യമാകുന്നതേ ഉള്ളൂ. 2026 ചിത്രത്തിന്റെ ചിത്രീകരണം ആരംഭിക്കുന്ന അറിയാൻ സാധിച്ചിട്ടുണ്ട്. വമ്പൻ താരനിരയിൽ തന്നെയായിരിക്കും ഈ സിനിമ ഒരുങ്ങുന്നതെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അടുത്തൊരു ചിത്രം എന്ന് നോക്കുകയാണെങ്കിൽ തുടരും എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം മോഹൻലാലും തരുൺമൂർത്തി ഒന്നിക്കുന്ന ചിത്രമാണ്. താൽക്കാലികമായിട്ട് L365 എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രം. തുടരും സിനിമയുടെ ഗംഭീര വിജയത്തിന് ശേഷം ഇരുവരും ഒന്നിക്കുന്നത് എന്ന് തന്നെയാണ് ചിത്രത്തിന്റെ പ്രത്യേകത. ചിത്രത്തിന്റെ തിരക്കഥ രചിച്ചിരിക്കുന്ന രതീഷ് രവിയാണ്. തുടരും ഉൾപ്പെടെ മോഹൻലാലിന്റെ സൂപ്പർ ഹിറ്റ് സിനിമകൾക്ക് ക്യാമറ ചലിപ്പിച്ച ഷാജി കുമാറാണ് ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിക്കുന്നത്. ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ആഷിഖ് ഉസ്മാനാണ് ഈ സിനിമ നിർമ്മിക്കുന്നത്. അതോടൊപ്പം തന്നെ 2026 ദുൽഖർ ആരാധകർ കാത്തിരിക്കുന്ന ചിത്രമാണ് ഐ ആം ഗെയിം എന്ന് പറയുന്ന സിനിമ.
കിങ് ഓഫ് കത്ത എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം ദുൽഖർ സൽമാന്റേതായിട്ട് മലയാളത്തിലെത്താൻ പോകുന്ന ചിത്രമാണ് ഐ ആം ഗെയിം എന്ന് പറയുന്ന സിനിമ. തമിഴിലും തെലുങ്കുമായിട്ട് നിരവധി ചിത്രങ്ങൾ എത്തുന്നുണ്ടെങ്കിലും മലയാള സിനിമാ പ്രേമികൾക്കുള്ള ഒരു വിരുന്നായിരിക്കും ഐ ആം ഗെയിം എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. RDX എന്ന് പറയുന്ന സിനിമ അണിയിച്ചിരിക്കുക നഹാസ് ഹിദായത്താണ് ഈ സിനിമ ഡയറക്ട് ചെയ്തിരിക്കുന്നത്. വേഫയർ ഫിലിംസിന്റെ ഭാര്യ ദുൽഖർ സൽമാൻ, ജോം വർഗീസ് എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. സജീർ ബാബ, ഇസ്മായിൽ അബൂബക്കർ, ബിലാൽ മൊയ്ദ് എന്നിവർ ചേർന്നാണ് ചിത്രത്തെ തിരക്കഥ രചിച്ചിരിക്കുന്നത്. ചിത്രം ഈ 2026 ഓണം നാളുകളിൽ തിയേറ്ററോട്ടെത്തുന്ന അറിയാൻ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 2026 നിവിൻ പോളി ആരാധകർ കാത്തിരിക്കുന്ന ചിത്രങ്ങളൊന്നാണ് ബദ്രഹേം കുടുംബ യൂണിറ്റ് എന്ന് പറയുന്ന സിനിമ. പ്രേമലു എന്ന് പറയുന്ന സിനിമയുടെ വൻ വിജയത്തിന് ശേഷം ഗിരീഷ് ഷെഡിയും ഭാവന സ്റ്റുഡിയോസും ഒന്നിക്കുന്നത് തന്നെയാണ് ചിത്രത്തിന്റെ പ്രത്യേകത. മമിത ബൈജുവാണ് ചിത്രത്തിൽ നായികയായിട്ടെത്തുന്നത്. ചിത്രത്തിലെ മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വമ്പൻ താരനിരയിൽ തന്നെയാണ് ഈ സിനിമ ഒരുങ്ങുന്നത്. ഭാവന സ്റ്റുഡിയോസിന്റെ 6ാമത്തെ ചിത്രം കൂടിയാണ് ബദ്രഹേം കുടുംബ യൂണിറ്റ് എന്ന് പറയുന്ന സിനിമ. ഗിരീഷ് ഷെഡിയും കിരൺ ജോസിയും ചേർന്നാണ് ചിത്രത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത്. സംഗീതം വിഷ്ണു വിജയുടേതാണ്. റൊമാന്റിക് കോമഡി ജോണറിലാണ് ചിത്രം ഒരുങ്ങുന്നത്. എന്നൊക്കെയാണ് പ്രേമലുവിന്റെ തിരക്കഥ എഴുതിയ ഗിരീഷ് ഷെഡിയും കിരൺ ജോസിയും വീണ്ടും ഒന്നിക്കുമ്പോൾ ചിത്രം മികച്ച ഒരു എന്റർടൈനർ ആയിട്ട് മാറും എന്ന് തന്നെയാണ് സിനിമ ആരാധകർ കാത്തിരിക്കുന്നത്. ചിത്രം 2026 ഓണം നാളുകളിൽ തിയേറ്ററിലോട്ടെത്തുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ 2026 മലയാള സിനിമാ പ്രേമികൾ കാത്തിരിക്കുന്ന മറ്റൊരു ചിത്രമാണ് ബാലൻ എന്ന് പറയുന്ന സിനിമ. പേര് കേൾക്കുമ്പോൾ അത്ര പരിചിതമല്ലെങ്കിലും ചിത്രത്തിലെ ഡയറക്ടർ തന്നെയാണ് ഈ സിനിമ കാണാൻ പ്രേരിപ്പിക്കുന്ന ഘടകം. മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം ചിദംബരം ഡയറക്ട് ചെയ്യുന്ന ചിത്രമാണ് ബാലൻ എന്ന് പറയുന്ന സിനിമ. രോമാഞ്ചം, ആവേശം എന്നീ ഹിറ്റ് സിനിമകൾ ഒരുക്കി ശ്രദ്ധ നേടിയ സംവിധായകൻ ജിത്തു മാധവനാണ് ചിത്രത്തിലായിട്ട് രചന നിർവഹിച്ചിരിക്കുന്നത്. പൂർണ്ണമായിട്ട് പുതുമുഖങ്ങളെ അണിനിരത്തി ഒരുക്കുന്ന ചിത്രം നിർമ്മിക്കുന്ന KVN പ്രൊഡക്ഷൻസും തെസ്ബിയൻ ഫിലിപ്സും ചേർന്നാണ്. മഞ്ഞുമൽ ബോയ്സിന് വേണ്ടി അമ്പരപ്പിച്ച സെറ്റുകൾ നിർമ്മിച്ച അജയൻ ചാരിശ്ശേരിയാണ് ഈ ഒരു ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ ഡിസൈനർ. സുഷിൻ ശ്യാമാണ് ചിത്രത്തിനായിട്ട് മ്യൂസിക് ഒരുക്കുന്നത്. അതും പ്രതീക്ഷകളേറെയാണ്. ഷൈജു കാരുതായിരിക്കും ചിത്രത്തിനായിട്ട് ക്യാമറ ചലിപ്പിക്കുന്നത്. ചിത്രം വൻ വിജയമായിട്ട് മാറുമെന്ന് പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ 2023 മലയാള സിനിമാ പ്രേമികൾ കാത്തിരിക്കുന്ന മറ്റൊരു ചിത്രമാണ് ആട് 3 എന്ന് പറയുന്ന സിനിമ. ഷാജി പാപ്പനെ മലയാള സിനിമാ പ്രേമികൾ നെഞ്ചിലേറ്റിയിട്ടുണ്ട്. എന്തൊക്കെയാണ് ആട് സീരീസിലെ 3ാം ഭാഗത്തിന് വേണ്ടി സിനിമാ പ്രേമികൾ കാത്തിരിക്കുകയാണ്. 2026 റിലീസ് ഏപ്രിൽ മാസം ചിത്രം റിലീസിലെത്തുന്നതാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. മിഥുൻ മാനുവൽ തോമസ് തന്നെയാണ് ചിത്രത്തിനായിട്ട് തിരക്കഥ എഴുതി സംവിധാനം ചെയ്തിരിക്കുന്നത്. ചിത്രത്തിൽ ജയസൂരി കേന്ദ്ര കഥാപാത്രത്വമോ വിനായകൻ, വിജയ് ബാബു, സൈജു കുറുപ്പ്, ധർമ്മജൻ ബോൾഗാട്ടി, ഫഗത് മാനുവൽ, രഞ്ജി പണിക്കർ, സണ്ണി വെയിൻ, ഇന്ദ്രൻസ്, സൃന്ദ, വിജിക്കുട്ടൻ, സുധീർ കോപ്പ തുടങ്ങി ആദ്യ 2 ഭാഗങ്ങളെ ആക്ടേഴ്സ് എല്ലാം തന്നെ 3ാം ഭാഗത്തിൽ ഒന്നിക്കും. ഒരു എപ്പിക് ഫാന്റസി മൂവി ആയിട്ടായിരിക്കും ആട് 3 ഒരുങ്ങുന്നതെന്നാണ് മിഥുൻ മാനുവൽ തോമസ് നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ചിത്രം 2026 മാർച്ച് ഏപ്രിലായിട്ട് റിലീസിലെത്തും. അതോടൊപ്പം തന്നെ 2026 പൃഥ്വിരാജ് ആരാധകർ കാത്തിരിക്കുന്ന ചിത്രങ്ങളൊന്നാണ് ഖലീഫ എന്ന് പറയുന്ന സിനിമ. പൊക്കിരാജിക്ക് ശേഷം വൈശാഖും പൃഥ്വിരാജും ഒന്നിക്കുന്ന ചിത്രമാണ് ഖലീഫ ദി ബ്ലഡ് ലൈൻ എന്ന് പറയുന്ന ചിത്രം. ചിത്രത്തിലെ പ്രമോയ്ക്ക് വലിയൊരു സ്വീകാര്യത നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടെന്നും പ്രതികാരം സുവർണ ലിപികളാൽ എഴുതപ്പെടും എന്നാണ് ചിത്രത്തിന്റെ ടാഗ് ലൈൻ. അമീർ അലി എന്നാണ് ചിത്രത്തിലെ പൃഥ്വിരാജ് അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ പേര്. ആദം ജോൺ, രണ്ടം ബ്രിഡ്ജ്, മാസ്റ്റേഴ്സ് കടുവ എന്നീ സിനിമകൾക്ക് ശേഷം ജിനു അബ്രാഹം പൃഥ്വിരാജ് ടീം ഒന്നിക്കുന്നതും ചിത്രത്തിന്റെ ഹൈലൈറ്റ് ആണ്. ചിത്രത്തിൽ ധാരാട്ടും കമിയ റോളി എത്തും എന്നറിയാൻ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 2026 തിയേറ്ററിലെത്താൻ പോകുന്ന മറ്റൊരു ആസിഫ് അലി ചിത്രമാണ് ടിക്കി ടാക്ക എന്ന് പറയുന്ന സിനിമ. ആസിഫ് അലിയുടെ കരിയറിൽ ഏറ്റവും വലിയ വമ്പൻ പടമായിട്ടാണ് ടിക്കി ടാക്ക ഒരുങ്ങുന്നത്. ഇതിനോടൊപ്പം തന്നെ ചിത്രത്തിനായിട്ട് പുറത്തു വന്ന ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിനൊക്കെ മികച്ച അഭിപ്രായങ്ങൾ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ആസിഫ് അലിയുടെ കരിയർ തന്നെ മാറ്റാൻ പോകുന്ന ഒരു ചിത്രമായിരിക്കും ടിക്കി ടാക്ക. പാൻ ഇന്ത്യൻ ലെവലിലാണ് ചിത്രം റിലീസിലെത്താൻ പോകുന്നത്. ബോളിവുഡിലെ വമ്പൻ നിർമ്മാതാക്കളായിട്ടുള്ള ടി സീരീസ് ഫിലിംസും പനോരമ സ്റ്റുഡിയോസും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. KGF പോലുള്ള ബ്രഹ്മാണ്ഡ ചിത്രങ്ങൾക്ക് സംഗീതം ഒരുക്കിയ രവി ബസൂറാണ് ചിത്രത്തിനായിട്ട് സംഗീതം ഒരുക്കുന്നത്. തന്റെ KGF എന്ന് വിശ്വസിക്കാവുന്ന ചിത്രമാണ് ടിക്കി ടാക്ക എന്ന് മുമ്പ് ഒരു ഇന്റർവ്യൂവിൽ ആസിഫ് അലി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് ചിത്രത്തിനായിട്ട് ആസിഫ് അലി നടത്തിയ ട്രാൻസ്ഫോർമേഷനൊക്കെ ഇതിനോടൊപ്പം തന്നെ ശ്രദ്ധ നേടി. ചിത്രം വൻ വിജയമായിട്ട് മാറുമെന്ന് പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ 2026 ടൊവിനോ ആരാധകർ കാത്തിരിക്കുന്ന മറ്റൊരു ചിത്രമാണ് പള്ളിച്ചട്ടമ്പി എന്ന് പറയുന്ന സിനിമ. ടൊവിനോ തോമസ്, കയാദു ലോഹർ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് പള്ളിച്ചട്ടമ്പി എന്ന് പറയുന്ന സിനിമ. ഐഡന്റിറ്റി, നരിവേട്ട എന്നീ ചിത്രങ്ങളുടെ വിജയത്തിന് ശേഷം ടൊവിനോയുടേതായിട്ട് പുറത്തിറങ്ങാൻ ഇരിക്കുന്ന ചിത്രം 1950-60 കാലഘട്ടത്തിൽ നടക്കുന്ന കഥയാണ് പറയുന്നത്. ക്യൂൻ, ജനഗണമന, മലയാളി ഫ്രം ഇന്ത്യ എന്നീ സിനിമകളിലൂടെ ശ്രദ്ധേയനായിട്ട് മാറിയ സംവിധായകനാണ് ഡിജോ ജോസ് ആന്റണി. ചിത്രം വൻ വിജയമായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. ചിത്രം മാർച്ച് ഏപ്രിൽ മാസത്തിലോട്ടായിട്ട് തിയേറ്ററിലെത്തുമെന്ന് പ്രതീക്ഷിക്കാം. അതോടൊപ്പം 2026 മലയാള സിനിമാ പ്രേമികൾ കാത്തിരിക്കുന്ന മറ്റൊരു ചിത്രമാണ് വല എന്ന് പറയുന്ന സിനിമ. ഈ സിനിമയ്ക്കായിട്ട് കാത്തിരിക്കാനുള്ള മെയിൻ ഘടകം ജഗദീഷ് ശ്രീകുമാർ വീണ്ടും അപകടത്തിന് ശേഷം സ്ക്രീനിൽ വരുന്നു എന്ന് തന്നെയാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ജഗദീഷ് ശ്രീകുമാറിനെ കേന്ദ്ര കഥാപാത്രമാക്കി അരുൺ ചന്തു ആണ് ഈ സിനിമ ഒരുക്കുന്നത്. സയൻസ് ഫിക്ഷൻ ആയിട്ടാണ് ചിത്രം എത്തുന്നത്. മലയാളത്തിലെ ആദ്യത്തെ സോംബി ചിത്രം എന്ന ലേബലും വല എന്ന് പറയുന്ന സിനിമ സ്വന്തമാക്കിയിട്ടുണ്ട്.
ഹോളിവുഡ് സിനിമകളെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള മേക്കിങ്ങോടെ എത്തുന്ന ചിത്രം മലയാള സിനിമ ഏറെ ആവേശത്തോടെയാണ് കാത്തിരിക്കുന്നത്. പ്രൊഫസർ അമ്പിളി എന്ന് പറയുന്ന മുഴുനീള വേഷത്തിലായിരിക്കും ജഗതി എത്തുന്നത്. പ്രൊഫസർ അമ്പിളി അഥവാ അങ്കിൾ ലൂണാർ എന്നാണ് ചിത്രത്തിൽ അദ്ദേഹത്തിന്റെ പേരെന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ചിത്രത്തിൻ്റെതായിട്ട് പുറത്തുവന്ന ടീസറിന് മികച്ച സ്വീകാര്യത നേടിയിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് ചിത്രം വളരെയധികം സിനിമാ പ്രേമികൾ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ചിത്രങ്ങളാണ് 2026 നിലവിൽ ഇതിനോടൊപ്പം തന്നെ മലയാള സിനിമാ പ്രേമികൾ കാത്തിരിക്കുന്ന ചിത്രങ്ങൾ. ഇതിൽ ഞാൻ വിട്ടുപോയിട്ടുള്ള ചിത്രങ്ങളും ഉണ്ടാവും. അങ്ങനെ ഏതെങ്കിലും ചിത്രങ്ങൾ നിങ്ങൾക്ക് പ്രിയപ്പെട്ടതായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ചിത്രങ്ങളുടെ പേരുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തൊക്കെയാണ് ഇത്രയും ചിത്രങ്ങളാണ് 2026 കൂടുതൽ സിനിമാ പ്രേമികളും കാത്തിരിക്കുന്ന ചിത്രങ്ങൾ. അപ്പോൾ ഈ ഒരു ലിസ്റ്റിലുള്ള ചിത്രങ്ങൾ ഏത് സിനിമ കാണാൻ വേണ്ടിയാണ് നിങ്ങൾ പ്രേക്ഷകർ കൂടുതലായിട്ട് കാത്തിരുന്നതെന്ന് കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.